വർഷം 1984. പ്രിയദർശൻ ആദ്യമായി സംവിധാനം ചെയ്ത പൂച്ചക്കൊരു മുക്കുത്തി സൂപ്പർ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന സമയമാണ്. തൻ്റെ രണ്ടാമത്തെ സിനിമയ്ക്കായി കഥ തേടി നടക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംവിധായകർക്കെല്ലാം കഥ എഴുതി നൽകാൻ തിരക്കഥാകൃത്തുക്കളുണ്ട്, തനിക്ക് മാത്രമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായ പ്രിയൻ തൻ്റെ സുഹൃത്തായ ശ്രീനിവാസനെ വിളിക്കുന്നു. പുതുതായി ചെയ്യാനിരിക്കുന്ന സിനിമയിലൊരു വേഷമുണ്ട്, അഭിനയിക്കാൻ വരണം. തൻ്റെ ഉറ്റ ചങ്ങാതിയുടെ വാക്ക് കേട്ട മുറയ്ക്ക് തന്നെ ശ്രീനി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി, വീണ്ടും പ്രിയൻ്റെ സിനിമയിലൊരു വേഷം ചെയ്യാൻ. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം എന്താണ് തൻ്റെ റോളെന്ന് ശ്രീനിവാസൻ പ്രിയനോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: അഭിനയിക്കാൻ വന്നതാണല്ലേ, കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഒരു സാധനമില്ല, തിരക്കഥ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നായി ശ്രീനിയുടെ ചോദ്യം. താൻ എഴുതുകയാണെങ്കിൽ തനിക്ക് അഭിനയിക്കാം, ഇല്ലെങ്കിൽ വന്ന വഴിയെ പോകാം. വന്ന വഴി പോയാൽ യാതൊരു പ്രയോജനവും ഇല്ലെന്നറിയാവുന്ന ശ്രീനി സിനിമയുടെ തിരക്കഥ എന്ന നടുക്കടലിൽ നീന്തി തുടങ്ങി. അങ്ങനെ ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമ പിറന്നു, തിരക്കഥാകൃത്ത് ശ്രീനിവാസനും. മുങ്ങിയും പൊങ്ങിയും ചക്രശ്വാസം വലിച്ചും തിരക്കഥാരചന സ്വായത്തമാക്കിയ ആ മനുഷ്യൻ മലയാളിയുടെ നർമ്മബോധത്തെ മറ്റൊരു തലത്തിൽ കൊണ്ടുചെന്നെത്തിച്ചു. ഒരുപാട് പേരുടെ ബാല്യത്തെയും കൗമാരത്തെയും അനശ്വരമാക്കിയ സിനിമകളുടെ കഥാകൃത്തായി. ശ്രീനിവാസൻ എഴുതിയ സിനിമകളുടെ പ്രത്യേകത അവ ഇന്നും നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്, ഇന്നും നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നതാണ്. ഓടരുതമ്മാവ ആളറിയാൻ തുടങ്ങി ഞാൻ പ്രകാശനിൽ വരെ ആ മനുഷ്യൻ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ആ സിനിമകളെല്ലാം ഒരു ശരാശരി മലയാളിയെ സ്ക്രീനിൽ വരച്ചിടുന്നതായിരുന്നു. ഓരോ മലയാളിയുടെയും മനസ്സിൽ അതെല്ലാം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും ആ ഗ്രൗണ്ടഡ് കഥകളും കഥാപാത്രങ്ങളുമാണ്. താൻ എഴുതുന്ന കഥകളിൽ നായകൻ താനാവണമെന്ന് അയാൾക്ക് വാശിയുണ്ടായിരുന്നില്ല. എന്നാൽ ആ സിനിമകൾ നമ്മളെ ഏറ്റവും കൂടുതൽ കാണാൻ പ്രേരിപ്പിക്കുക ഒരുപക്ഷെ അയാൾ ചെയ്ത കഥാപാത്രങ്ങൾ തന്നെയാകും. ഗാന്ധിനഗറിലെ മാധവൻ, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ SI രാജേന്ദ്രൻ, വിജയൻ, പ്രഭാകരൻ കോട്ടപ്പള്ളി, കാരക്കൂട്ടിൽ ദാസൻ, മൊയ്തൂട്ടി ഹാജി, ബാർബർ ബാലൻ, സരോജ് കുമാർ, അങ്ങനെ സ്വന്തം തൂലികയിൽ പിറന്ന എത്ര കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് മുൻപിൽ കെട്ടിയാടിയത്. മധ്യവർഗത്തിന്റെ അടയാളപ്പെടുത്തലുകളാകുന്ന നായകന്മാർ, കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങൾ, നർമ്മത്തിലൂടെ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുക, കണ്ണു നനയിക്കുന്ന ക്ലൈമാക്സുകൾ നൽകുക, ഇതെല്ലാം ശ്രീനിവാസൻ സിനിമകളെ വേറിട്ട് നിർത്തുന്നു. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്, ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം, ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ലെന്ന് പറഞ്ഞ കാമുകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. ഇടത് വലത് രാഷ്ട്രീയത്തിന്റെ കാപട്യങ്ങളെ നർമ്മത്തിൽ പൊതിന് ശ്രീനിവാസൻ എഴുതിയപ്പോൾ മലയാളത്തിന് ലഭിച്ചത് എക്കാലത്തെയും മികച്ച പൊളിറ്റിക്കൽ സറ്റയറാണ്. ഹയസ്റ്റ് IMDb റേറ്റിംഗുള്ള മലയാള ചിത്രം ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കോംബോയുടെ സന്ദേശം. ഏതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയാകുന്ന സിനിമ. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് തൊണ്ട കീറി അലറുന്നതല്ല രാഷ്ട്രീയം. ആദ്യം സ്വയം നന്നാകണം, പിന്നെ വീട്, എന്നിട്ട് വേണം നാട്ടുകാരെ നന്നാക്കാൻ. തിലകനിലൂടെ ശ്രീനിവാസൻ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ ബോധ്യം ഇക്കാലത്തും പ്രസക്തമാണെന്നത് അയാളുടെ ദീർഘവീക്ഷണത്തെ അടിവരയിടുന്നു. രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ പ്രവർത്തനവും എങ്ങനെ ആയിരിക്കരുത് എന്ന സന്ദേശമാണ് ശ്രീനിവാസൻ പറഞ്ഞു വെച്ചത്. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തതെന്ന ദാസന്റെ ചോദ്യത്തിന് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ നൽകുന്ന വിജയൻ. നിത്യജീവിതത്തിൽ ഈ സംഭാഷണ രംഗം റിക്രിയേറ്റ് ചെയ്യാത്ത മലയാളിയെ കണ്ടെന്ന് വരില്ല. കേരളവും മദ്രാസും കടന്ന് അമേരിക്ക വരെയുള്ള അവരുടെ സാഹസിക യാത്രകൾ എത്ര കണ്ടാലും മതി വരാത്തവയാണ്. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, TP ബാലഗോപാലനമ്മേ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, വെള്ളാനകളുടെ നാട്, തലയണ മന്ത്രം, മിഥുനം, അഴകിയ രാവണൻ, മറവത്തൂർ കനവ്, കിളിച്ചുണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, അങ്ങനെ എത്ര കഥകൾ. സത്യനന്ദിക്കാട്, പ്രിയദർശൻ, കമൽ തുടങ്ങിയ എത്ര സംവിധായകർ. തിരക്കഥയെന്നാൽ അത് ശ്രീനിവാസനായിരുന്നു മലയാളിക്ക് എന്നും എപ്പോഴും. എന്നാൽ കരിയറിൽ ആകെ സംവിധാനം ചെയ്തത് രണ്ട് സിനിമകളാണ്. താൻ തന്നെ നായകനായ വടക്കുനോക്കിയന്ത്രവും ചിന്താവിഷ്ടിയായ ശ്യാമളയും. അവ രണ്ടും സൂപ്പർ ഹിറ്റായിട്ട് കൂടി തിരക്കഥകളുടെ ലോകത്തായിരുന്നു ശ്രീനിവാസൻ വിരാജിച്ചത്. എല്ലാ കല്ലിലും ശില്പമുണ്ട്. നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ്. അങ്ങനെ സ്വയം വേർതിരിച്ചെടുത്ത വ്യത്യസ്തനാണ് ശ്രീനിവാസൻ. നർമ്മത്തിന്റെ പുതുഭാവങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു തലമുറയെ മുഴുവൻ പുത്തൻ ബോധ്യങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ട് ആ മനുഷ്യൻ വിടവാങ്ങിയിരിക്കുന്നു. മലയാളി എന്നും ഓർത്തിരിക്കും, എന്നും കൊണ്ടു നടക്കും, ആഘോഷിക്കും താങ്കളുടെ കഥകളെ, സിനിമകളെ, കഥാപാത്രങ്ങളെ.